ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18. സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 48. സഹജം കർമ്മ കൗന്ദേയ സദോഷമഭിനത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ. വിവർത്തനം. ഹേ കൗന്ദേയ, അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും. അതുകൊണ്ട് തനിക്ക് സ്വാഭാവികമായ കർമ്മം അത് ദോഷങ്ങൾ നിറഞ്ഞതായാൽ പോലും ഉപേക്ഷിക്കാവുന്നതല്ല. ഭാവാർത്ഥം: ബദ്ധജീവിതത്തിൽ ഏതു കർമ്മവും ത്രിഗുണങ്ങളാൽ ദൂഷിതമാവുന്നു. ബ്രാഹ്മണന് പോലും ജന്തുവധം ആവശ്യമായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ക്ഷത്രിയനാകട്ടെ എത്ര ഗുണവാനായാലും ശത്രുക്കളോട് പൊരുതേണ്ടി വരും. അയാൾക്ക് അതിൽ നിന്നൊഴിയാനാവില്ല. അതുപോലെ ഒരു വ്യാപാരി അയാൾ എത്ര ഗുണവാനായാലും ചിലപ്പോൾ തൻ്റെ തൊഴിൽ നിലനിർത്തുവാനായി ആദായം രഹസ്യമായി വയ്ക്കേണ്ടതുണ്ട്. ചിലപ്പോൾ കരിഞ്ചന്ത നടത്തേണ്ടതായും വന്നേക്കാം. ഇതെല്ലാം ഒഴിച്ചുകൂടാത്തവയാണ്. ശൂദ്രനും ദുഷ്ടനുമായ ഒരു യജമാനനെയാണ് സേവിക്കുന്നതെങ്കിൽ അയാളുടെ ആജ്ഞയനുസരിച്ച് ചെയ്യരുതാത്ത പ്രവൃത്തി ചെയ്യേണ്ടി വരും. ഇത്തരം വിഷമതകൾ ഉണ്ടായാലും താങ്കളുടെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ സ്വഭാവങ്ങളാക്കിയാൽ നാലു കൂട്ടരും നിറവേറ്റുക തന്നെ വേണം. ഒരു നല്ല ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഗ്നി പരിശുദ്ധമാണ്, എങ്കിലും അതിന് പുകയുണ്ട്. ആ പുക അഗ്നിയെ മലിനമാക്കുന്നില്ല. പുകയുണ്ടെങ്കിൽ കൂടി പഞ്ചഭൂതങ്ങളിൽ വെച്ച് വിശുദ്ധിയേറിയതാണ് അഗ്നി. ഒരു ക്ഷത്രിയന് തൻ്റേതായ പ്രവൃത്തി ഉപേക്ഷിച്ച് ബ്രാഹ്മണൻ്റേതായ കർമ്മം സ്വീകരിക്കാമെന്ന് വച്ചാൽ ആ നിലയിലും മനസ്സിനിഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ചെയ്യേണ്ടി വരില്ലെന്ന് ഉറപ്പില്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ ഭൗതിക പ്രകൃതിയുടെ മാലിന്യത്തിൽ നിന്ന് തികച്ചും ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും സാധ്യമല്ലെന്ന നിഗമനത്തിലെത്താം. അഗ്നിയും പുകയും തന്നെ ഇവിടെ അനുയോജ്യമായ ഒരു ഉദാഹരണം. മഞ്ഞുകാലത്ത് തീയിൽ നിന്ന് ഒരു കരിക്കട്ട എടുത്തു നീക്കുമ്പോൾ കണ്ണിലും മൂക്കിലും പുക കടന്ന് വിഷമിപ്പിച്ചു എന്ന് വരാം. ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടായാലും തീ ഉപയോഗിക്കുന്ന പതിവ് തുടരുകയേ നിവൃത്തിയുള്ളൂ. മനുഷ്യന് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മത്തിൻ്റെ കാര്യത്തിലും ഇതാണ് ശരി. ചില ബുദ്ധിമുട്ടുകൾക്ക് ഇടയുണ്ടെങ്കിലും സ്വകർമ്മം ത്യജിച്ചുകൂടാ. കൃഷ്ണാവബോധത്തോടെ തൻ്റെ പ്രവൃത്തി കൊണ്ട് ഭഗവത് സേവനം ചെയ്യാൻ നിശ്ചയിക്കുകയാണ് വേണ്ടത്. അതാണ് പരിപൂർണത. ഏതൊരു കർമ്മവും പരമപുരുഷന്റെ സംതൃപ്തിക്കായിക്കൊണ്ട് അനുഷ്ഠിക്കപ്പെടുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങൾ നീങ്ങി വിശുദ്ധമാകുന്നു. ഭക്തിഭരിതമായ സേവനത്തോട് ബന്ധപ്പെട്ട് കർമ്മഫലങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ അന്തരാത്മാവിനെ ദർശിക്കാൻ വേണ്ടുന്ന പരിപൂർണത ഒരാൾക്ക് ലഭിക്കും. അതാണ് ആത്മസാക്ഷാത്കാരം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.